ഹായ് 3.6 സെന്റ് സ്ഥലത്ത് 1750 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചൊരു മനോഹരമായിട്ടുള്ള വീട് വരുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ രാജഗിരി ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടാണ്. ഇവിടെ 3 വീടുകളാണുള്ളത്. ഒരു വീട് സോൾഡ് ഔട്ട് ആണ്. ഇനി ബാക്കി 2 വീടുകളാണ് ഉള്ളത്. ഈ വീട്ടിൽ നിന്നും ബസ് റോഡിലേക്കുള്ള ദൂരം വെറും 800 മീറ്റർ മാത്രമാണ്. വീട്ടിൽ നിന്നും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 500 മീറ്ററും ഈ വീട്ടിൽ നിന്നും ആലുവയിലേക്ക് 6 കിലോമീറ്ററുമാണ് ദൂരം. ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബോക്സി ടൈപ്പ് ഡിസൈനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു മനോഹരമായിട്ടുള്ള കണ്ടംപററി ഡിസൈൻ. ഈ ഭാഗത്തായി ഒരു ബോക്സി ടൈപ്പ് സ്ട്രക്ചർ കാണാം. അതിൻ്റെ അകത്തായി ഒരു മോഡേൺ ഡിസൈനിലുള്ള ജനലും നൽകിയിരിക്കുന്നു. താഴെയായി ടെക്സ്ചർ വർക്കുകളാണ് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തായി ഒരു ബാൽക്കണി വരുന്നത്. ബാൽക്കണിയുടെ ഹാൻഡിൽ നിർമ്മിച്ചിട്ടുള്ളത് പ്ലെയിൻ ഗ്ലാസും സ്റ്റീലും ഉപയോഗിച്ചിട്ടാണ്. ബാൽക്കണിയുടെ താഴെയായി ഒരു കാർ പോർച്ചും നൽകിയിരിക്കുന്നു. വീടിന്റെ മുന്നിലായി കാണുന്ന വിശാലമായിട്ടുള്ള ടാർ റോഡാണ്. ഈ വീടിന്റെ പെയിന്റിംഗ് വർക്കൊന്നും തീർന്നിട്ടില്ല. വീടിന്റെ മതിലിലേക്ക് വരികയാണെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ് മതിൽ നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു ബോക്സി ടൈപ്പ് സ്ട്രക്ചറും അതിൻ്റെ അകത്തായി ടെക്സ്ചർ വർക്കാണ് നൽകിയിട്ടുള്ളത്. വീടിന്റെ ഈ ഭാഗത്തായിട്ടാണ് ഗേറ്റ് വരുന്നത്. ഗേറ്റ് നിർമ്മിച്ചിട്ടുള്ളത് സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ടാണ്. ഈ ഭാഗത്തായി ഒരു ഫോൾഡിംഗ് ഗേറ്റും നൽകിയിരിക്കുന്നു. ഗേറ്റ് തുറന്ന് നേരെ വരുന്നത് ഈ കാണുന്ന വിശാലമായിട്ടുള്ള ഈ വീടിന്റെ മുറ്റത്തേക്കാണ്. മുറ്റത്ത് വിരിച്ചിട്ടുള്ളത് ഇന്റർലോക്കിംഗ് ബ്രിക്സ് ആണ്. വീടിന്റെ ഈ ഭാഗത്തായിട്ടാണ് കാർ പോർച്ച് വരുന്നത്. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള ഒരു പർഗോള ഡിസൈനും കൊടുത്തിരിക്കുന്നു. ഇവിടെ LED ലൈറ്റുകളും നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത്. കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീട് ഡോർ നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വീടിന്റെ സിറ്റ് ഔട്ട് നോക്കാം. ഇതാണ് സിറ്റ് ഔട്ട്. ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിൽ നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തായി ഒരു പില്ലർ നൽകിയിരിക്കുന്നു. പില്ലറിൽ ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഈ ഭാഗത്തായി ഒരു വിൻഡോയും നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് മെയിൻ ഡോർ വരുന്നത്. വുഡിൽ തീർത്ത മെയിൻ ഡോർ. ഇവിടെ ലൂവർ ഡിസൈനും വുഡിലാണ് തീർത്തിട്ടുള്ളത്. നല്ല നീളത്തിലുള്ള ഹാൻഡിൽ. മെയിൻ ഡോർ തുറന്ന് നേരെ വരുന്നത് ഈ കാണുന്ന വിശാലമായിട്ടുള്ള ലിവിങ് സ്പേസിലേക്കാണ്. ഇവിടെ 2 വശത്തും 2 മോഡേൺ ഡിസൈനിലുള്ള ജനൽ നൽകിയിരിക്കുന്നു. ഇവിടെ പാനലിംഗ് വർക്കാണ് നൽകിയിട്ടുള്ളത്. ലിവിങ് സ്പേസിന്റെ ഈ ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ്. ഈ ഭാഗത്തായി ചെറിയ ലൂവർ ഡിസൈൻ മനോഹരമായി നൽകിയിരിക്കുന്നു. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് നൽകിയിരിക്കുന്നു. മുകളിലായി ഒരു ലെഡ്ജും കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്ക് നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ലിവിംഗ് സ്പേസിനോട് തൊട്ടടുത്തായിട്ടാണ് ഡൈനിങ് സ്പേസ്. ഇവിടെ ഒരു ആർക്കി ഡ്രൈവ് നൽകിയിരിക്കുന്നു. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് സ്പേസ്. ഇവിടെ 4 വാളിയുടെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഇവിടെയും പാനലിംഗ് വർക്കാണ് നൽകിയിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ടാണ് വാഷ് കൗണ്ടർ വരുന്നത്. ഇവിടെ വാനിറ്റി കൗണ്ടർ, ഇവിടെ കൗണ്ടർ ടോപ്പ്. ഈ ഭാഗത്തായി വാഷ് ബേസിൻ, ഇവിടെ ഒരു ടാപ്പ്, ഇവിടെ ഒരു LED മിററും നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായി ഇൻവേർട്ടർ വെക്കാനുള്ള സൗകര്യവും നൽകിയിട്ടുണ്ട്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത്. മുകളിലായി ഫോൾ സീലിംഗ് വർക്കും നല്ല മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നു. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ. ഇവിടെ ഒരു ആർക്കി ഡ്രൈവ് നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള ചെറിയ ലൂവർ ഡിസൈനും നൽകിയിരിക്കുന്നു. ഇവിടെ LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്രോക്കറി ഷെൽഫും നൽകിയിരിക്കുന്നു. ഇതാണ് കിച്ചൺ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ ആണ് ഇത്. L ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ്. കൗണ്ടർ ടോപ്പ് വരുന്നത് ഗ്രാനൈറ്റിലാണ്. താഴെ മുകളുമായി ധാരാളം സ്റ്റോറേജ് സ്പേസും ലഭ്യമാണ്.
ഇപ്പുറത്തുമായി കിച്ചൺ വിൻഡോ നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു സിങ്കും നൽകിയിട്ടുണ്ട്. കിച്ചണ് പുറമെ ഒരു വർക്ക് ഏരിയ സ്പേസും ലഭ്യമാണ്. ഈ വീടിന് ടോട്ടൽ 3 ബെഡ്റൂമുകളാണുള്ളത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ആദ്യത്തെ ബെഡ്റൂം. ഇവിടെ 4 വാളയുടെ ഒരു മോഡേൺ ജനൽ നൽകിയിരിക്കുന്നു. ഇവിടെയും ബോർഡർ വർക്കാണ് നൽകിയിരിക്കുന്നത്. 2 വശത്തും 2 ജനലുകൾ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് നൽകിയിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള വാർഡ്രോബ്. ഈ സെൻട്രൽ ഭാഗത്തായി ഡ്രസ്സിങ് ഏരിയ നൽകിയിരിക്കുന്നു. ഇവിടെ ബ്രാസിൻ്റെ ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് ബാത്റൂം വരുന്നത്. മാറ്റ് ഫിനിഷുള്ള ടൈലാണ് ബാത്റൂമിൽ നൽകിയിരിക്കുന്നത്. ഇവിടെയായി വാഷ് ബേസിൻ, ഇവിടെയായി മിറർ. ഈ ഭാഗത്തായിട്ടാണ് ക്ലോസറ്റ്, ഇവിടെ ഷവറും നൽകിയിരിക്കുന്നത്. താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് മുകളിലേക്കാണ് പോകേണ്ടത്. ഈ ഭാഗത്തായിട്ടാണ് സ്റ്റെപ്പ് വരുന്നത്. ഹാൻഡ് റെയിൽ വരുന്നത് വുഡിലും സ്ക്വയർ ട്യൂബും ഉപയോഗിച്ചിട്ടാണ്. സ്റ്റെപ്പ് വരുന്നത് ഗ്രാനൈറ്റിലാണ്. ഈ ഭാഗത്തായി പർഗോള ഡിസൈൻ നൽകിയിരിക്കുന്നു. മുകളിലായി ഒരു ജനലും നൽകിയിട്ടുണ്ട്. സ്റ്റെപ്പ് നേരെ വരുന്നത് ഈ കാണുന്ന വിശാലമായിട്ടുള്ള എൽ ഷേപ്പിലുള്ള അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. ഈ ഭാഗത്തായി ഒരു സ്റ്റഡി ടേബിൾ നൽകിയിരിക്കുന്നു. മുകളിലായി സ്റ്റോറേജ് സ്പേസ്, അടിയിലും സ്റ്റോറേജ് സ്പേസ് നൽകിയിരിക്കുന്നു. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ഇതാണ് ബാത്റൂം. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഇതാണ് യൂട്ടിലിറ്റി സ്പേസ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള യൂട്ടിലിറ്റി സ്പേസ്. ഫുള്ളി കവേർഡ് ആയിട്ടാണ് യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. ഈ ഭാഗത്തായി മാറ്റ് ഫിനിഷുള്ള ടൈലും ഇവിടെ ഗ്ലോസി ടൈലും നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായി വാഷ് മെഷീൻ പോയിന്റും കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് കയറിയാൽ മുകളിലേക്ക് പോവാം, ടെറസിലേക്ക്. ഇതാണ് ബാൽക്കണി. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണിയാണ് ഇത്. ഹാൻഡ് റെയിൽ വരുന്നത് സ്റ്റീലിലും പ്ലെയിൻ ഗ്ലാസ്സിലുമാണ്. ഇവിടെ 4 വാളയുടെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. മുകളിൽ ഫോൾ സീലിംഗ് വർക്കും ഇവിടെ LED ലൈറ്റും നൽകിയിട്ടുണ്ട്. 3.6 സെന്റ് സ്ഥലത്ത് 1750 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചൊരു മനോഹരമായിട്ടുള്ള വീടിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകഴിഞ്ഞത്. വീട് വരുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ രാജഗിരി ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടാണ്. വീട്ടിൽ നിന്നും ബസ് റോഡിലേക്കുള്ള ദൂരം വെറും 800 മീറ്റർ മാത്രമാണ്. രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 500 മീറ്ററും ആലുവയിലേക്ക് 6 കിലോമീറ്ററുമാണ് ദൂരം. ഈ വീടിൻ്റെ വില ചോദിക്കുന്നത് 70 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിളാണ്. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.